ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് കൊണ്ടൊരു ദോശയാണ്. ദോശയോടൊപ്പം മസാലയൊക്കെ ഉള്ളിൽ വെച്ചൊരു അടിപൊളി റെസിപ്പിയാണിത്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വലിയ ക്യാരറ്റാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യം കുറച്ച് തേങ്ങാ കഷ്ണങ്ങളും 1 സ്പൂൺ ജീരകവും 2 വറ്റൽമുളകും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ക്യാരറ്റ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, ജീരകം, മുളകും ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. ക്യാരറ്റെല്ലാം ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഉപ്പിട്ട ദോശമാവാണ്. അതിനോട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം. ഇനി നമുക്ക് ദോശയുടെ നടുവിൽ വെക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു മസാല തയ്യാറാക്കാം. ഇത് വേവിച്ച് ഉരുളക്കിഴങ്ങാണ്, ഉപ്പിട്ട് വേവിച്ചതാണ്. ഉരുളക്കിഴങ്ങിൽ മുളക് പൊടി, ഗരം മസാലപ്പൊടി, സവാള, മല്ലിയില എന്നിവ അരിഞ്ഞ് ചേർത്തിളക്കുക. ദോശക്കല്ല് ചൂടാകുമ്പോൾ നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. സിമ്മിലിട്ട് വേണം വേവിക്കാൻ. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ദോശയുടെ നടുവിലായിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. നമ്മുടെ ദോശയൊക്കെ ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട്. നമ്മളിത് തിരിച്ചിട്ട് വേവിക്കുന്നതല്ല, അതിനാലാണ് നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കുന്നത്. ദോശയുടെ അരികെല്ലാം ഇപ്പോൾ വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് 4ആയിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 4ആയിട്ട് മടക്കിയ ശേഷമാണ് നമ്മളിപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് 1 മിനിറ്റ് വെച്ച ശേഷം നമുക്ക് എടുക്കാം. നമ്മുടെ ക്യാരറ്റ് ദോശ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.